എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന വിഷയം നിങ്ങളെ വളരെ എളുപ്പത്തിൽ പഠിക്കുന്നതിന് സഹായിക്കുന്ന മലയാളത്തിലുള്ള PDF ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ലളിതമായ PDF നിങ്ങളുടെ പഠനത്തെ ഒരുപാട് സഹായിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന പേപ്പറിലെ യൂണിറ്റ് 2 ബാക്കി ഭാഗങ്ങളാണ്. നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ, അതേപോലെ ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്നീ ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ, ഒരു പഠന വിഷയം എന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ്റെ സ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത്. ദ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ, 3 ചിന്താധാരകളുണ്ട്. ഇതിനെപ്പറ്റി പറയുന്ന 3 തരം ചിന്താധാരകളുണ്ട്. അതിൽ ആദ്യത്തേത് സൂചിപ്പിക്കുന്നത് ശാസ്ത്ര വിദ്യാഭ്യാസം മറ്റ് പരമ്പരാഗതമായ എന്നാൽ ഒരു പഠന മേഖലയോ 2ാം ലെവൽ അച്ചടക്കമോ ആയിട്ടുള്ള ഒരു രീതിയിൽ നിന്നാണ് വരുന്നത്. അവയുമായി അതിനെ സംയോജിപ്പിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് ഒന്നാമത്തെ ചിന്താധാര പറയുന്നത്. പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള ഒരു വീക്ഷണത്തിലൂടെയാണ് ഈ ചിന്താഗതി പറയുന്നത്. അത് പരിശീലനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പരമ്പരാഗതമായി പരിശീലനത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു തരം സ്വഭാവമാണ് വിദ്യാഭ്യാസത്തിനുള്ളത്. അത് പരിശീലനത്തെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു എന്ന രീതിയിലാണ് ഈ ചിന്ത വിദ്യാഭ്യാസത്തെ ഒരു വിഷയമായിട്ട് ചിന്തിക്കുന്നത്. 2ാമത്തെ വിഭാഗം ചിന്ത വിദ്യാഭ്യാസത്തെ ഇൻ്റർ ഡിസിപ്ലിൻ എന്ന രീതിയിൽ വിളിക്കുകയാണ്. വിജ്ഞാന അടിത്തറകളും അന്വേഷണത്തിലേക്കുള്ള സമീപനങ്ങളും വിദ്യാഭ്യാസത്തിന് ഉള്ളതുകൊണ്ട് തന്നെ 3ാമത്തെ ചിന്താധാര പറയുന്നത് വിദ്യാഭ്യാസത്തെ ഒരു വിഷയമായിട്ട്, പഠിക്കാനുള്ള ഒരു വിഷയമായിട്ട് കാണണം എന്നുള്ളതാണ്. ഈ രീതിയിലാണ് വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ചിന്താധാരകൾ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് വിദ്യാഭ്യാസം ഒരു പാഠ്യവിഷയമായിട്ട് അവർ കണക്കാക്കുന്നത്. വിദ്യാഭ്യാസത്തിന് ശരിക്കും അന്വേഷണങ്ങളും അതേപോലെ തന്നെ കണ്ടെത്തൽ പഠന രീതികളും അതുപോലെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തെ ഒരു പഠന വിഷയം, ഒരു ഡിസിപ്ലിനായിട്ട് കാണാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സമവായത്തിൻ്റെ അഭാവത്തിന് ഒരു കാരണം പഠന മേഖലയാണ് വിദ്യാഭ്യാസം. എന്നാലും പ്രാഥമികമായിട്ട് ഒരു പ്രവർത്തനമെന്ന് പറയാവുന്ന ഈ മേഖല താമസിയാതെ ഒരു കൂട്ടം അക്കാദമിക് പ്രോഗ്രാമുകളിലൊന്നായി മാറിയേക്കാം. അങ്ങനെയുള്ള അക്കാദമിക് പ്രവർത്തനങ്ങളിലൊന്നായിട്ട് ഈ വിദ്യാഭ്യാസം മാറിയേക്കാം. ആ രീതിയിലേക്ക് വിദ്യാഭ്യാസം മാറ്റപ്പെട്ടേക്കാം എന്നുള്ള രീതിയിലുള്ളതുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരേപോലെയുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കാത്തത്. ഈ രീതിയിൽ കൂടി ഒരു അഭിപ്രായം വരുന്നതുകൊണ്ടാണ്. പ്രാഥമികമായിട്ട് ഒരു പ്രവർത്തനമാണെന്ന് പറയാമെങ്കിലും ഈ മേഖല അധികം വൈകാതെ തന്നെ ചില പ്രവർത്തനങ്ങളിൽ പെട്ടുപോയേക്കാം. പ്രവർത്തനങ്ങളിലുള്ള ഒരു പ്രോഗ്രാമായിട്ട്, ഒരു പ്രവർത്തനമായിട്ട് മാറിപ്പോയേക്കാം എന്നുള്ള രീതിയിലാണ്. അയോവ സർവകലാശാലകൾ ഇതിൽ സ്കൂളുകൾ, കോളേജുകൾ, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, വൈദ്യശാസ്ത്രം, നിയമം, സാമൂഹ്യ സേവനം എന്നിവയൊക്കെ ഉൾപ്പെടുന്നു. ഇതൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളാണ്. പ്രവർത്തനങ്ങളിലൂടെ രൂപപ്പെട്ട് വന്നിട്ടുള്ള വിവിധതരം പരിശീലനങ്ങൾ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ പ്രവർത്തനത്തിൻ്റെ ഒരു മേഖലയായി വിദ്യാഭ്യാസത്തെ പറയാം എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രൊഫഷണൽ 2ാം ലെവൽ വിഭാഗമാണെന്ന് നമുക്ക് പറയാം. കാരണം അത് പ്രവർത്തന പഠനമാണ്. ഒരു പ്രവർത്തനം എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള പഠനമാണ് പ്രൊഫഷണൽ രീതികളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വിദ്യാഭ്യാസം, ആ രീതിയിലുള്ള പഠനം പ്രവർത്തനവുമായി, പ്രക്രിയകളുമായി, പ്രോഗ്രാമുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സാഹോദര്യപരമായ ചിന്താഗതിയും വിദ്യാഭ്യാസവും സംയോജിപ്പിക്കുന്ന വിദ്യാഭ്യാസ മേഖലകളെ പ്രത്യേകം നോക്കുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസത്തെ വിവരിക്കാൻ ഇൻ്റർ ഡിസിപ്ലിനറി എന്ന പദം ഉപയോഗിക്കാം. വിദ്യാഭ്യാസത്തെ ഒരു ഇൻ്റർ ഡിസിപ്ലിനായി കണക്കാക്കുന്നത് വിദ്യാഭ്യാസത്തിലെ തൊഴിൽ സ്കോളർഷിപ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗമായി വിഷയങ്ങളെ സംയോജിപ്പിക്കുന്നതിലും സമീപന രീതികളിൽ ഉത്തരം നൽകുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒന്നിലധികം പഠനശാഖകൾ ഒരുമിച്ച് ചേർത്തിട്ട് എല്ലാത്തിനെയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പഠിക്കുന്നതിനെയാണ് ഇൻ്റർ ഡിസിപ്ലിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ രീതിയിൽ എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കാൻ വേണ്ടി ആ രീതിയിലാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ കാണേണ്ടത്. എല്ലാ വിഷയങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് പഠിക്കുന്ന ഒരു രീതിയിൽ, ആ രീതിയിൽ പഠനത്തെ, വിദ്യാഭ്യാസത്തെ കാണാം എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈസ് എഡ്യൂക്കേഷൻ ആൻഡ് അക്കാദമിക് ഡിസിപ്ലിൻ, വിദ്യാഭ്യാസം ഒരു അക്കാദമികമായിട്ടുള്ള പാഠ്യവിഷയമായിട്ട് കണക്കാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്.
അമേരിക്കൻ അധ്യാപകരുടെ വിദ്യാഭ്യാസം എന്ന കൃതിയിൽ ഡോക്ടർ ജെയിംസ് പി കോണറ്റ് വിദ്യാഭ്യാസം ഒരു അക്കാദമിക വിഷയമാണെന്ന ആശയത്തെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്, അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. വൈദ്യശാസ്ത്രം പോലെ വിദ്യാഭ്യാസവും പ്രായോഗിക കലയാണ്. അവിടെ ശാസ്ത്രീയമായി ഉരുത്തിരിഞ്ഞ സാമാന്യവൽക്കരണങ്ങൾ പ്രവർത്തനത്തെ സഹായിച്ചേക്കാം. തീരുമാനമെടുക്കുമ്പോൾ പ്രായോഗികവും സൈദ്ധാന്തികവുമായ ചിന്താരീതികൾ വേർതിരിക്കാനാവാത്തതിനാൽ പ്രായോഗിക ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്ന മനുഷ്യ പ്രവർത്തനത്തിൻ്റെ വിശാലമായ മേഖലയെ ഒരു പ്രത്യേക ശാസ്ത്രമായോ വിഷയമായോ പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വൈദ്യശാസ്ത്രം പോലെയുള്ളൊരു മേഖലയാണ് വിദ്യാഭ്യാസം, എന്താണ് പ്രവൃത്തിയാണ് ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യ പ്രവർത്തനത്തിൻ്റെ ഒരു മേഖലയാണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ മനുഷ്യനെ സഹായിക്കുന്ന ആ രീതിയിൽ പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ വിവിധ വിഷയങ്ങൾ പഠിച്ചിട്ട് ആളുകൾ എത്തിച്ചേരുകയാണ് ഓരോ പ്രവർത്തനങ്ങളിലേക്ക്. ഇപ്പോൾ വൈദ്യശാസ്ത്രം പഠിച്ച് ഡോക്ടറാവുന്നു, അപ്പോൾ ഡോക്ടറുടേതായ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അധ്യാപനം പഠിച്ച് അധ്യാപകനാവുന്നു, അപ്പോൾ അധ്യാപകൻ മറ്റു തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പ്രവർത്തികൾക്ക് സഹായിക്കുന്ന ഒരു ഘടകമായതുകൊണ്ട് തന്നെ, പ്രവർത്തികൾക്ക് സഹായിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തെ ഒരു പ്രത്യേക വിഷയമായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ നമുക്കൊരു അഭിപ്രായം കാണാൻ പറ്റുന്നത്. കാരണം അത് പ്രവർത്തിക്കാൻ വേണ്ടി മനുഷ്യനെ സഹായിക്കുന്ന, പ്രായോഗികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി മനുഷ്യനെ സഹായിക്കുകയാണ്. ഇപ്പോൾ ഒരു പാഠം അല്ലെങ്കിൽ ഒരു വിഷയമെടുക്കുന്നു, അത് പഠിക്കുന്നു, അത് പഠിച്ച് ഡോക്ടർ, എഞ്ചിനീയർ ഇതൊക്കെ ആകുന്നു. അപ്പോൾ അവരുടെ മേഖലകളിൽ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അവർക്ക് എന്തൊക്കെയാണോ ജോലികളുള്ളത്, അവരുടെ വർക്ക് എന്താണ്, അപ്പോൾ ആ വർക്കുകൾ ചെയ്യുന്നു. അങ്ങനെ ആ വർക്കുകൾ ചെയ്യുന്നതിലേക്ക് ഇവരെ നയിക്കുന്ന ഒന്ന് മാത്രമാണ് വിദ്യാഭ്യാസം. അല്ലാതെ വിദ്യാഭ്യാസത്തെ പ്രത്യേകമായിട്ടൊരു വിഷയമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ള ഒരു ആശയം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വിദ്യാഭ്യാസത്തിൻ്റെയും വൈദ്യത്തിൻ്റെയും സ്വഭാവത്തെക്കുറിച്ചുള്ള അറിവിനും ഉൾക്കാഴ്ചയ്ക്കും മനുഷ്യ സേവനത്തിൻ്റെ ഈ മേഖലകളെ സ്പർശിക്കുന്ന അധ്യാപകനും ഡോക്ടറും രോഗശാന്തി കലകളെപ്പറ്റിയുള്ള സത്യത്തിനായി ജീവശാസ്ത്രം, രസതന്ത്രം തുടങ്ങിയ സ്വതന്ത്ര ശാസ്ത്രങ്ങളിലേക്കും വിഷയങ്ങളിലേക്കും തിരിയുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഡോക്ടറും അതേപോലെ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വിഷയങ്ങളിലേക്ക് തിരിഞ്ഞ് അവയെ പഠിക്കുന്നു. അപ്പോൾ അവയെ നമുക്ക് പ്രത്യേക വിഷയങ്ങളായിട്ട് കാണാനും മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ വിദ്യാഭ്യാസമാണോ ഇവിടെ വിഷയമാവുന്നത്? ഇവിടെ വിഷയമാവുന്നത് അവർക്ക് പഠിക്കേണ്ട ശാസ്ത്രങ്ങളുണ്ടല്ലോ. ഇപ്പോൾ അധ്യാപകൻ വിദ്യാഭ്യാസത്തെ പറ്റി എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നതിനെ പറ്റി പഠിക്കുന്നു. അതിന് പ്രത്യേകതരം ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രങ്ങൾ, അധ്യാപകൻ പഠിക്കുന്ന ആ ശാസ്ത്രങ്ങളാണ് അക്കാദമിക വിഷയമാവുന്നത്. പൊളിറ്റിക്കൽ സയൻസ്, നരവംശാസ്ത്രം, സൈക്കോളജി, ഹിസ്റ്ററി, ഫിലോസഫി, സോഷ്യൽ, ഇതൊക്കെ ഈ രീതിയിൽ എങ്ങനെ പഠിപ്പിക്കാം എന്നതിനെപ്പറ്റി അവൻ അറിവ് നേടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു അധ്യാപികയോ അധ്യാപകനോ അറിവ് നേടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന രീതിയിൽ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം ഒരു വിഷയമാവുന്നില്ല. വിദ്യാഭ്യാസം പ്രവൃത്തിയിൽ ഏർപ്പെടാൻ വേണ്ടി മനുഷ്യനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ, ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ശാസ്ത്രങ്ങൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അധ്യാപകനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അധ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രങ്ങളിലേക്ക് പോകുന്നു. മറ്റുള്ളവർ അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളാണ് പഠന വിഷയങ്ങൾ എന്നുള്ള രീതിയിലാണ് നമുക്ക് വിദ്യാഭ്യാസത്തെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഫോക്കൽ ഏരിയാസ് ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ. എഡ്യൂക്കേഷനെ ഒരു പാഠ്യവിഷയമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, എഡ്യൂക്കേഷനെ ഒരു ഡിസിപ്ലിനായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫോക്കസ് ആയിട്ടുള്ള ഏരിയാസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് അധ്യാപക വിദ്യാഭ്യാസമാണ്. അധ്യാപകർ അവരുടെ മേഖലകളിൽ അവർ ക്ലാസ് എടുക്കുന്നതിന്, കുട്ടികളെ പഠിപ്പിക്കുന്നതിന്, ആ രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന മേഖലയാണ്. നമുക്ക് പ്രധാനമായിട്ടും വിദ്യാഭ്യാസത്തെ ഈ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപക വിദ്യാഭ്യാസം നേടാൻ വേണ്ടി, അധ്യാപകർ അറിവ് നേടുന്നതിന് വേണ്ടി ഈ രീതിയിൽ അധ്യാപകർക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകിച്ചിട്ടുള്ള പഠനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ അങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ വ്യത്യസ്തമാണ്. അധ്യാപകർക്ക് അവരുടെ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അവർ പഠിക്കണം. അപ്പോൾ അവിടെ അധ്യാപക വിദ്യാഭ്യാസം നമുക്ക് ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തേത് വിദ്യാഭ്യാസ മാർഗനിർദ്ദേശവും കൗൺസിലിങ്ങും. ഇവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഏത് രീതിയിലാണ് പഠനം നടക്കേണ്ടത്,
എങ്ങനെയാണ് പോവേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ വിദ്യാഭ്യാസപരമായിട്ട് മാർഗനിർദ്ദേശവും അതേപോലെ കൗൺസിലിങ്ങും വിദ്യാർത്ഥികൾക്ക് നൽകാൻ വേണ്ടി സാധിക്കും. ഈ രീതിയിൽ വിദ്യാഭ്യാസത്തെ ഇങ്ങനെ കാണുമ്പോൾ കൂടുതൽ മേഖലകളിലേക്ക്, അനുയോജ്യമായ മേഖലകളിലേക്ക് വിദ്യാർത്ഥികളെ തിരിച്ചുവിടാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വിദ്യാഭ്യാസ മാർഗനിർദ്ദേശവും കൗൺസിലിങ്ങും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അടുത്തതായിട്ട് വിദ്യാഭ്യാസ ആസൂത്രണവും മാനേജ്മെൻറ്റും. വിദ്യാഭ്യാസത്തെ എങ്ങനെ നടത്തണം എന്നുള്ള രീതി, അതിൻ്റെ വിദ്യാഭ്യാസത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പഠനം, അതിനെ ആസൂത്രണം ചെയ്യുക, അതിൻ്റെ ഒരു കൈകാര്യം ചെയ്യൽ ഏത് രീതിയിൽ വേണം എന്നുള്ള രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം നടത്തണം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പിന്നെ വിദ്യാഭ്യാസത്തെ കാണേണ്ടത്. വിദ്യാഭ്യാസ ആസൂത്രണവും മാനേജ്മെൻറ്റും, അതിൻ്റെ ഒരു കൈകാര്യം ചെയ്യൽ ഏത് രീതിയിലാണ് എന്നുള്ളതിനെ പറ്റിയാണ്. എങ്ങനെയാണ് വിദ്യാഭ്യാസം നടക്കേണ്ടത്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതികൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ള ഒരു പഠനം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. നാലാമത്തേത് വിദ്യാഭ്യാസ ഭരണ നിർവഹണമാണ്. വിദ്യാഭ്യാസ ഭരണ നിർവഹണം അത് ഏത് രീതിയിലാണ് ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് എന്നതിനെ പറ്റിയുള്ള പഠനം ഈ വിഭാഗത്തിൽ നമുക്ക് ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അടുത്തതായി അഞ്ചാമത്തേത് ജനസംഖ്യാ വിദ്യാഭ്യാസമാണ്. ജനസംഖ്യയെപ്പറ്റി, ജനസംഖ്യ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എന്നതിനെ പറ്റിയുള്ള പഠനം നടത്താം. അടുത്തതായി താരതമ്യ വിദ്യാഭ്യാസമാണ്. ഓരോന്നിനെയും താരതമ്യം ചെയ്തുകൊണ്ട് പഠിക്കുക, എല്ലാത്തിനെയും താരതമ്യം ചെയ്ത് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്ന ഒരു മേഖലയാണ് താരതമ്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതേപോലെ പ്രത്യേക വിദ്യാഭ്യാസം, വിദൂര വിദ്യാഭ്യാസം നമുക്കറിയാം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതേപോലെ ഒരുപാട് മേഖലകൾ ഇവിടെ കാണാൻ കഴിയും. അതേപോലെ ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആരെയും മാറ്റി നിർത്താതെ ഉൾക്കൊള്ളൽ സമീപനത്തിലൂടെ നടത്തുന്ന വിദ്യാഭ്യാസം. പാഠ്യപദ്ധതി വികസനം, പാഠ്യപദ്ധതിയെ വികസിപ്പിച്ച് പാഠ്യപദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക. വിദ്യാഭ്യാസ അളവെടുപ്പും അതിൻ്റെ ഒരു വിലയിരുത്തലും. ശാരീരിക വിദ്യാഭ്യാസം, ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളെപ്പറ്റി അറിവ് നൽകുന്ന വിദ്യാഭ്യാസം. അന്താരാഷ്ട്ര വിദ്യാഭ്യാസം, രാഷ്ട്രങ്ങളെപ്പറ്റി അറിവ് നൽകുന്ന അന്താരാഷ്ട്ര വിദ്യാഭ്യാസം. കമ്പ്യൂട്ടർ മേഖലകളെ പറ്റിയുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം. സമാധാന വിദ്യാഭ്യാസം, മൊത്തത്തിൽ സമാധാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം. മൂല്യവിദ്യാഭ്യാസം, മൂല്യങ്ങളെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് അറിവ് നേടിക്കൊടുക്കുന്ന മൂല്യവിദ്യാഭ്യാസം. അതേപോലെ ലൈംഗിക വിദ്യാഭ്യാസം, ലൈംഗികപരമായിട്ടുള്ള അറിവുകൾ എല്ലാവരിലേക്കും എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എത്താൻ വേണ്ടി ലൈംഗിക വിദ്യാഭ്യാസം. ഇത്രയും മേഖലകളാണ് എഡ്യൂക്കേഷനെ ഒരു പഠന വിഷയമായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒരു ഡിസിപ്ലിനായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളതിൽ പ്രാധാന്യം കൊടുത്ത് മനസ്സിലാക്കേണ്ടത് ഈ മേഖലകളൊക്കെയാണ്. അധ്യാപക വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ മാർഗനിർദ്ദേശവും കൗൺസിലിങ്ങും, വിദ്യാഭ്യാസ ആസൂത്രണവും മാനേജ്മെൻറ്റും, ഭരണനിർവഹണം, ജനസംഖ്യാ വിദ്യാഭ്യാസം, താരതമ്യ വിദ്യാഭ്യാസം, പ്രത്യേക വിദ്യാഭ്യാസം, വിദൂര വിദ്യാഭ്യാസം, ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം, പാഠ്യപദ്ധതി വികസനം, വിദ്യാഭ്യാസ അളവെടുപ്പും വിലയിരുത്തലും, ശാരീരിക വിദ്യാഭ്യാസം, അന്താരാഷ്ട്ര വിദ്യാഭ്യാസം, കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം, സമാധാന വിദ്യാഭ്യാസം, മൂല്യവിദ്യാഭ്യാസം, അതേപോലെ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് ഫോർമൽ എഡ്യൂക്കേഷനാണ്, അല്ലെങ്കിൽ ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നു. എന്താണ് ഔപചാരിക വിദ്യാഭ്യാസം? അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിരവധി ഔപചാരികതകൾ, അതായത് ഔപചാരികമായിട്ട് നടത്തപ്പെടുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് നടത്തുന്ന പഠനം ഒരു ഔദ്യോഗികമായിട്ടുള്ള രീതിയിൽ ഔപചാരികമായിട്ട് നടത്തുകയാണ്. സ്കൂളിൽ പോയി അവിടെ ഹാജരൊക്കെ എടുത്ത് കൃത്യമായി പരീക്ഷകളൊക്കെ നടത്തി കൃത്യമായ ഇടവേളകളൊക്കെ എടുത്ത് അങ്ങനെ കൃത്യമായിട്ട് പോകുന്ന രീതിയിലാണ് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടാകുക. ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പോയി പഠിക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, സ്കൂൾ കോളേജ് പഠനം. ആ രീതിയിൽ ഫോർമലായിട്ട് പഠനം നടത്തുന്നതിനാണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ഔപചാരികതകളുണ്ട്. രണ്ടാമത്തേത് ആസൂത്രിതവും ഉദ്ദേശപരവും സംഘടിതവും വ്യവസ്ഥാപിതവുമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തനമാണിത്. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോയി പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തതാണ്. ഇത്രയും മാസങ്ങൾക്കുള്ളിൽ തീർക്കണം, ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പരീക്ഷ നടത്തണം, ഓണത്തിന് ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, വാർഷിക പരീക്ഷ, ഇങ്ങനെയൊക്കെ പരീക്ഷ നടത്തണം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ വ്യവസ്ഥയുണ്ട് അതിന്. ഒരു സ്കൂൾ ക്ലാസ് മുറിയുണ്ട്, അധ്യാപകരുണ്ട്, അപ്പോൾ അവിടെ അതിന് വേണ്ട ആളുകളുണ്ട്, PTA ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി എല്ലാവരും ഒരുമിച്ച് സംഘമായിട്ടൊരു സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഫോർമൽ എഡ്യൂക്കേഷൻ. മൂന്നാമതായി ഇതിന് മുൻകൂട്ടി നിശ്ചയിച്ച കൃത്യമായ ലക്ഷ്യമുണ്ട്.
നമ്മൾ പഠനം നടത്തുമ്പോൾ ക്ലാസ്സുകളിലും സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം പഠിക്കുന്ന സമയത്ത് മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യമുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥി ഇത്രയും ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം, അവൻ ഈ ക്ലാസ് പാസ്സാവണം, പരീക്ഷ വിജയിക്കണം, വിജയിച്ച് ഉന്നതങ്ങളിലെത്തണം, അങ്ങനെയൊക്കെ പറഞ്ഞൊരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഈ എഡ്യൂക്കേഷൻ നടക്കുന്നത്. കൃത്യമായിട്ടുള്ള ലക്ഷ്യം, ഇത്രയും മാർക്ക് വാങ്ങിയാൽ പാസ്സാവാം, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഫോർമൽ എഡ്യൂക്കേഷൻ നടക്കുന്നത്. അതേപോലെ ഇതൊരു പ്രത്യേക ഘട്ടത്തിൽ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു. ഫോർമൽ എഡ്യൂക്കേഷൻ തുടങ്ങാനും അവസാനിക്കാനും ഒരു കാലമുണ്ട്. ഇത്രയും വർഷത്തിനുള്ളിൽ ഈ ക്ലാസ് പൂർത്തിയാവും, ഈ കോഴ്സ് പൂർത്തിയാവും. അങ്ങനെ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ ജൂണിൽ ക്ലാസ് തുടങ്ങുന്നു, അതേപോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓണമാകുമ്പോൾ ഒരു അവധി കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രിസ്മസ് ആകുമ്പോൾ ഒരു അവധി വരുന്നു, അവിടെ ഒരു പരീക്ഷ വരുന്നു, അത് കഴിഞ്ഞ് വാർഷിക പരീക്ഷ വരുന്നു. അങ്ങനെ ആ വാർഷിക പരീക്ഷയോടെ ആ ഒരു ക്ലാസ്, ആ ഒരു പഠനം അവസാനിക്കുന്നു. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പിന്നെ കടക്കുന്നു. അപ്പോൾ ഒരു കൃത്യമായ കാലമുണ്ട്. ഇപ്പോൾ ജൂൺ മുതൽ അടുത്ത മാർച്ച് വരെ, അങ്ങനെയൊക്കെ ഒരു പ്രത്യേക കാലത്തിലാണ് ഇത് നടത്തപ്പെടുന്നത്. അതേപോലെ തന്നെ ഇത് സ്ഥാപനവൽക്കരിക്കപ്പെട്ടതാണ്. സ്കൂൾ ഒരു സ്ഥാപനമാണ്, കോളേജ് ഒരു സ്ഥാപനമാണ്. ഇതേപോലെയുള്ള സെൻറ്ററുകൾ, ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൂടെയാണ് ഫോർമലായിട്ട്, ഔപചാരികമായിട്ട് ഒരു വിദ്യാഭ്യാസം നടക്കുന്നത്. അത് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ വെച്ച് എല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും കൂട്ടായിട്ട് പഠിക്കുന്ന, സംഘം ചേർന്ന് പഠിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതേപോലെ അതിന് പ്രത്യേക പാഠപുസ്തകങ്ങൾ ഉണ്ടാവും. ഔപചാരികമായിട്ടുള്ള പാഠങ്ങളിലൂടെ പഠിക്കാനുള്ള പാഠപുസ്തകങ്ങൾ ഉണ്ടാവും. അതനുസരിച്ചാണ് പഠനം നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാൻ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകം, ആ പുസ്തകം എന്നും അധ്യാപകർ പഠിപ്പിക്കുന്നു, വിദ്യാർത്ഥികൾ അത് വീട്ടിൽ പോയി പഠിക്കുന്നു. ആ രീതിയിൽ കൃത്യമായിട്ടുള്ള പാഠങ്ങളിലൂടെയാണ് ഫോർമൽ എഡ്യൂക്കേഷൻ നടത്തുന്നത്. അതേപോലെ ഒരു സിലബസ് ഉണ്ടാവും. നമുക്ക് പഠിക്കാനുള്ള ഒരു വിഷയത്തിന് അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായ സിലബസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ബി എഡാണ് പഠിക്കുന്നതെങ്കിൽ ബി എഡിന് ഒരു സിലബസ് ഉണ്ട്. നമ്മൾ ബി എ മലയാളമാണ് പഠിക്കുന്നതെങ്കിൽ ബി എ മലയാളത്തിന് സിലബസ് ഉണ്ട്. അതേപോലെ നമ്മൾ ഏത് വിഷയമാണോ പഠിക്കുന്നത് അതിന് കൃത്യമായ ഒരു സിലബസ് ഇതിനുണ്ടായിരിക്കും. വിദ്യാഭ്യാസം നൽകുന്ന പ്രക്രിയയെക്കുറിച്ച് പഠിപ്പിക്കുന്നയാൾക്ക് അറിയാം. ഇപ്പോൾ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അയാൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഇത്രയും ഭാഗം പഠിപ്പിക്കണം, ഇത് വിദ്യാർത്ഥികൾ പഠിക്കണം, അവർ പരീക്ഷ എഴുതണം എന്നൊക്കെയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അധ്യാപകൻ അറിയാം താൻ വിദ്യാഭ്യാസം നൽകുകയാണ്, പഠിപ്പിക്കുകയാണ് എന്ന് ആ വിദ്യാഭ്യാസം നൽകുന്ന ആൾക്കറിയാം. അതേപോലെ പഠിക്കപ്പെടുന്ന ആളും മനസ്സിലാക്കുന്നുണ്ട് താങ്കൾ പഠിക്കാനായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ, കുട്ടികളാണെങ്കിൽ പഠിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ള രീതിയിൽ അവർക്കറിയാം പഠനം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു അറിവോടുകൂടി പഠിക്കുകയാണ് എന്ന അറിവോടുകൂടിയാണ് ഫോർമലായിട്ടുള്ള എഡ്യൂക്കേഷനിൽ പഠനം നടക്കുന്നത്. അവർക്കറിയാം അവർ പഠിക്കുകയാണ്, അധ്യാപകനറിയാം അതെ ഞാൻ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് എല്ലാവരും ബോധപൂർവം ചെയ്യുന്ന, സംഘം ചേർന്ന് ചെയ്യുന്നൊരു പ്രക്രിയയാണിത്. ഒരേപോലെ തന്നെ രണ്ടു പേർക്കും മാനസിക സമ്മർദ്ദമുണ്ട്. അധ്യാപകനും അതേപോലെ പഠിക്കുന്നയാളും ഒരേപോലെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും അവരവരുടേതായിട്ടുള്ളൊരു പ്രഷറുണ്ട്. അതായത് വിജയിക്കാൻ വേണ്ടി, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടി, എഴുതാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയൊക്കെയുള്ളൊരു പ്രഷർ രണ്ട് കൂട്ടർക്കും ഉണ്ട്. വിദ്യാർത്ഥികളെ ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും പാഠഭാഗം പഠിപ്പിച്ച് തീർക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അധ്യാപകൻ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും ഭാഗം പഠിച്ച് തീർക്കണം, പരീക്ഷ എഴുതണം എന്നുള്ളൊരു ലക്ഷ്യം വിദ്യാർത്ഥിക്കുമുണ്ട്. അങ്ങനെ ലക്ഷ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. രണ്ടാമത്തെ തരം വിദ്യാഭ്യാസമാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അനൗപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം. ഇത് ഒരൗപചാരികതയും പാലിക്കാത്തതാണ്. കൃത്യമായിട്ട് എല്ലാം ഔപചാരികമായിട്ട് എല്ലാവരും ഒരുമിച്ച് സംഘം ചേർന്ന് ആ രീതിയിലൊന്നുമല്ല, ഒരൗപചാരികതയും ഇല്ല. അതായത് ഈ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായി ഔപചാരികമായിട്ട് ഫോർമലായിട്ട് നടത്തപ്പെടുന്ന ഒരു വിദ്യാഭ്യാസമല്ല, ഒരു എഡ്യൂക്കേഷൻ അല്ല ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ആസൂത്രണമില്ലാത്തതും ഉദ്ദേശപരമല്ലാത്തതും അസംഘടിതവും വ്യവസ്ഥാപിതമല്ലാത്തതുമായ വിദ്യാഭ്യാസ പ്രക്രിയയാണ്. ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈനംദിന ജീവിതത്തിലൂടെ നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്ന അറിവുകളാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മളങ്ങ് പഠിക്കുകയാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഞാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞ് പഠിക്കുന്നില്ല. ഒരു അനുഭവം എനിക്കുണ്ടാകുന്നു, അപ്പോൾ ആ അനുഭവത്തിൽ നിന്നും ഞാൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്കൊരു പഠനം നടന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പഠനങ്ങളെയാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ആസൂത്രണമല്ല. നമ്മൾ പറഞ്ഞു ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൃത്യമായി പ്ലാൻ ചെയ്ത് ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയും പാഠം തീർക്കണം എന്ന് പറഞ്ഞ് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഫോർമൽ എഡ്യൂക്കേഷൻ നടത്തുന്നത്.
പക്ഷേ ഇൻഫോർമൽ എഡ്യൂക്കേഷനിൽ ഒരു പ്ലാനും ഇല്ല. അതായത് ഇപ്പോൾ ഇത് പഠിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ പഠിക്കുന്നത്. ഞാനിപ്പോൾ ഒരു സ്ഥലത്തെത്തുന്നു, അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണുന്നു, അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എന്തൊക്കെയോ അറിവുകൾ കിട്ടുന്നു. അപ്പോൾ ഇത് ഞാൻ മുൻകൂട്ടി തീരുമാനിക്കുന്നില്ല ഞാൻ അവിടെ പോകും, അപ്പോൾ എനിക്കിങ്ങനെ അറിവുകൾ കിട്ടും, ഞാൻ ഇതൊക്കെ പഠിക്കും എന്ന് ഞാൻ മുൻകൂട്ടി തീരുമാനിക്കുന്നില്ല. ഞാൻ തീരുമാനിക്കാതെ തന്നെ ഞാൻ സ്വാഭാവികമായിട്ടും ഈ അറിവുകളൊക്കെ എനിക്ക് കിട്ടുകയാണ്. ഇത് ഒരു കൃത്യമായ ലക്ഷ്യം വെച്ച് നടക്കുന്ന പ്രക്രിയയല്ല. അതേപോലെ എല്ലാവരും സംഘം ചേർന്ന് ഒരുമിച്ച് ചെയ്യുന്ന പ്രക്രിയയല്ല. ഒരു വ്യവസ്ഥയുമില്ല ഇതിന്. ഇത് എങ്ങനെ നടക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊരു ജീവിതം ആ രീതിയിൽ അങ്ങ് പോകുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നൊരു പ്രക്രിയ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതിന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു നിശ്ചിത ലക്ഷ്യമില്ല. നമ്മൾ പറഞ്ഞു മറ്റേ ഫോർമൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതേപോലെ അത് കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. കുറച്ച് കാലം കഴിയുമ്പോൾ പഠനം കഴിയും. പക്ഷേ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആജീവനാന്ത പ്രക്രിയയാണ്. ജനനം മുതൽ മരണം വരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. ആദ്യം ഒരു കുട്ടി ജനിക്കുന്നു, അപ്പോൾ മുതൽ അവൻ ഓരോന്ന് പഠിച്ചു തുടങ്ങുകയാണ്. അമ്മ എന്ന് വിളിക്കാൻ പഠിക്കുന്നു, അച്ഛൻ ഇതാണെന്ന് മനസ്സിലാക്കുന്നു, കൂട്ടുകാരെ ഇതൊക്കെയാണ് കൂട്ടുകാർ എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവൻ ഓരോ ഘട്ടത്തിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടക്കുന്ന, നമ്മൾ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് കൃത്യമായി തീരുമാനിച്ച് ആ രീതിയിലല്ലാതെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഇത് സ്ഥാപനവൽക്കരിക്കപ്പെടാത്തതാണ്. സ്കൂളോ കോളേജോ പോലെ ഒരു സ്ഥാപനത്തിൽ കൃത്യമായി പോയി പഠിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ സ്വാഭാവികമായി തന്നെ നമുക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടാകുന്നു, അപ്പോൾ നമ്മൾ തന്നെ പഠിക്കുന്നു. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേക സ്ഥാപനം അവിടെ പോയി കൃത്യമായി ഇരുന്ന് കൃത്യമായി പരീക്ഷകൾ എഴുതി അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഇത് നമ്മൾ സ്വാഭാവികമായി തന്നെ കുറേ അനുഭവങ്ങളും കുറേ അറിവുകളും നമ്മൾ തന്നെ അങ്ങ് കിട്ടുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ നമ്മളാരെയും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നു, നമ്മളെവിടെയും പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നു, ഒരു യാത്ര ചെയ്യുമ്പോൾ പുതിയ സ്ഥലങ്ങളെപ്പറ്റി നമ്മൾ പഠിക്കുന്നു. ഈ രീതിയിലുള്ള പഠനം കൃത്യമായിട്ടുള്ള പാഠങ്ങളിലൂടെയല്ല നൽകുന്നത്. പാഠപുസ്തകങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ശരിക്കും അനുഭവങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അത് തന്നെ നമ്മളങ്ങ് മനസ്സിലാക്കുകയാണ്. അതിന് കൃത്യമായ പാഠങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതേപോലെ നിശ്ചിത സിലബസും ഒരു കാലയളവും ഒന്നുമില്ല. ഇത്രയും കാലത്തിനുള്ളിൽ ഇത്രയും പഠിച്ചിരിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ലൈഫ് ഉണ്ടാകുന്നത് ആ രീതിയിൽ നമ്മളങ്ങ് പോകും. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ രീതിയിൽ ഒരു നിശ്ചിത സിലബസും ഒരു കാലയളവൊന്നും ഇതിനുണ്ടാവുകയില്ല. അതുപോലെ പഠിക്കുന്നയാൾക്കോ പഠിപ്പിക്കുന്നയാൾക്കോ ഈ പ്രക്രിയയെ പറ്റി അറിയില്ല. നേരത്തെ തന്നെ പഠിപ്പിക്കുന്നയാളെ പറ്റി നമ്മൾ പറഞ്ഞു, അയാൾ കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് പഠനം നടത്തുന്നത് എന്നുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അറിയില്ല, അങ്ങ് നടന്നു പോവുകയാണ്. അതേപോലെ തന്നെ ഇതിനൊരു സംഘടനയൊന്നുമില്ല. അസംഘടിതമായിട്ട് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒന്നാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അടുത്തതായി നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. എന്താണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഔപചാരികമല്ലാത്ത വിദ്യാഭ്യാസം? അന്താരാഷ്ട്ര കമ്മീഷൻ ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ലേണിംഗ് ടു ബി എന്ന പേരിൽ അടുത്തിടെ വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ ആശയമാണിത്. വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക വിഭവങ്ങൾ ചെലവഴിക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ലെന്ന് കമ്മീഷൻ കരുതുന്നു. അപ്പോൾ ഒരു കമ്മീഷൻ രൂപപ്പെട്ടു, കമ്മീഷൻ ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. അതിൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ലേണിംഗ് ടു ബി എന്ന പേരിൽ അത് അറിയപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ഔപചാരികമല്ലാത്ത വിദ്യാഭ്യാസത്തെ പറ്റി മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ, ഒന്ന്, ഇത് വഴക്കമുള്ളതാണ്. ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള വഴക്കമുള്ള രീതിയിലുള്ള ഒന്നാണ്. പഠിതാവിനെയും അവൻ്റെ പരിസ്ഥിതിയെയും ജീവിതത്തെയും ലക്ഷ്യം വെച്ചുള്ളതാണ്. പഠിതാവിൻ്റെ അവൻ്റെ അവസ്ഥകൾ എന്താണ് അതൊക്കെ മനസ്സിലാക്കി അവൻ്റെ ജീവിതത്തെയൊക്കെ ലക്ഷ്യം വെച്ച് അവനൊന്ന് മുന്നേറാൻ വേണ്ടി അവസരം കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 3, ഉള്ളടക്കത്തിലും രീതിയിലും വൈവിധ്യപൂർണ്ണമാണ്. വ്യത്യസ്തമായിട്ടുള്ള ഉള്ളടക്കവും വ്യത്യസ്തമായിട്ടുള്ള രീതികളുമാണ് ഇവിടെ പിന്തുടരുന്നത്. 4, ഇത് സ്വേച്ഛാധിപതമല്ല, എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള ഒരു രീതിയിലാണ് ഇത് നടത്തുന്നത്. അതേപോലെ തന്നെ പഠിതാവിൻ്റെ പങ്കാളിത്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പഠിതാവിൻ്റെ പങ്കാളിത്തം ഇവിടെ വളരെ പ്രധാനമായിട്ടുള്ളതാണ്. ഇത് പ്രാദേശിക വിഭവങ്ങളെ സമാഹരിച്ചു കൊണ്ടുള്ള ഒന്നാണ്. മനുഷ്യ പാരിസ്ഥിതിക സാധ്യതകളെ അത് കൂടുതൽ സമ്പന്നമാക്കുന്നു. ഔപചാരികമല്ലാത്ത വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ, സ്കൂൾ പഠനത്തിന് അല്ലെങ്കിൽ പ്രായത്തിന് താഴെയുള്ള 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക വിദ്യാഭ്യാസം പ്രീ സ്കൂൾ, നഴ്സറി, ബാലവാടി, കിൻഡർ ഗാർഡൻ, ഡേ കെയർ സെൻ്റർ ആവാം. 2, 6-14 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ ഔപചാരികമല്ലാത്ത വിദ്യാഭ്യാസം. ഈ ഗ്രൂപ്പിൽ ഉപേക്ഷിക്കപ്പെട്ടവർ, കൊഴിഞ്ഞു പോകൽ, പുഷ് ഔട്ട്, പാസ്സായവർ എന്നിവർ ഉണ്ട്. 3-15 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്കുള്ള അനൗപചാരിക വിദ്യാഭ്യാസം, തുടർ വിദ്യാഭ്യാസം, ഓപ്പൺ യൂണിവേഴ്സിറ്റി,
കറസ്പോണ്ടിങ് കോഴ്സ് എന്നിവ ഉൾപ്പെടാം. ഒരു നിശ്ചിത സമയത്ത് പഠിച്ചു തീർക്കേണ്ട പാഠങ്ങൾ പഠിച്ചു തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റുള്ള രീതികളിലൂടെ, ഇപ്പോൾ നമുക്കറിയാം തുല്യത എന്നൊക്കെ പറയുന്ന പോലെ മറ്റുള്ള രീതികളിലൂടെ പിന്നെ അവർക്കൊരു പഠനം നടത്താനുള്ള അവസരം നൽകുന്നതിനെയാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ പ്രായം കൂടിയാൽ പോലും അവർക്ക് തുടർന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നു. പഠിക്കേണ്ട സമയത്ത് ശരിയായി പഠിക്കാൻ കഴിയാതെ കൊഴിഞ്ഞു പോകൽ ഒക്കെ നടന്നിട്ട് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ പോയവരെ പിന്നീട് പഠിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പരിപാടിയാണ് നമുക്ക് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഔപചാരികമല്ലാത്ത വിദ്യാഭ്യാസം എന്ന് പറയാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. എഡ്യൂക്കേഷൻ ഒരു ഡിസിപ്ലിൻ ആണോ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ നോക്കി. അതേപോലെ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.